പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ ആത്മീയ ലോകം മുമ്പോട്ട് പോകുന്ന അവരുടെ നേതാക്കന്മാർ എടുക്കുന്ന ചില നിലപാടുകൾ, അതിൻ്റെ പരിണിതഫലമായി ഉണ്ടാകുന്ന ചില അനുഭവങ്ങളെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വന്നത്. പൊളിക്കുവാൻ എളുപ്പമാണ്, എന്നാൽ പണിയുവാൻ വളരെ പ്രയാസമാണ്. കേരള സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സഭകളിൽ പലതും 100-ൽ അധികം വർഷങ്ങൾ കേരളത്തിൽ സുവിശേഷത്തിന് വേണ്ടി നിന്നു എന്ന പാരമ്പര്യം, അതിൽ അഭിമാനം കൊള്ളുന്നവരാണ് പലരും. എന്നാൽ പലതും പൊളിഞ്ഞു തുടങ്ങുന്നു എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. പൊളിക്കാൻ സഭാ രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ബാലിശമായ അധികാരത്തിന് വേണ്ടിയുള്ള കടിപിടിയുടെ ഭാഗമായി അവർ നടത്തുന്ന അനാത്മീകമായ ലോകമനുഷ്യന് പോലും അംഗീകരിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നേക്ക് 100 വർഷത്തിന് മുൻപ്, അല്ലെങ്കിൽ ഈ 100 വർഷത്തിൻ്റെ ഇടയിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ദൈവദാസന്മാർ, അവർ ആഹാരം വെടിഞ്ഞ്, അവരുടെ ഭവനം വെടിഞ്ഞ്, അവർക്കുണ്ടായ ജീവിത പ്രയാസങ്ങളെ വെടിഞ്ഞ്, അവരുടെ കുഞ്ഞുങ്ങളുടെ മരണങ്ങൾ പോലും കാര്യമാക്കിയെടുക്കാതെ കർത്താവ് അവർക്ക് കൊടുത്ത വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ ദേശങ്ങളിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് ഇന്ന് നമ്മൾ കാണുന്ന പെന്തക്കോസ്ത് സമൂഹം ഇത്രയധികം വളർന്നത്. പൊളിക്കുന്നവർക്കൊരിക്കലും വളർത്തിയവൻ്റെ വേദനയോ വളർത്തിയവൻ്റെ ദുഃഖമോ പ്രയാസമോ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പൊളിക്കുന്ന സഭാ നേതൃത്വത്തിനോട് പറയാനുള്ളത്, ഇന്നലകളിൽ ഇതിനുവേണ്ടി കഷ്ടമനുഭവിച്ച, ത്യാഗമനുഭവിച്ച, വേദന അനുഭവിച്ച ദൈവദാസന്മാരോട് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും നീചമായ പ്രവൃത്തിയാണ് ഇപ്പോൾ പെന്തക്കോസ്ത് സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം. ഇപ്പോൾ എല്ലാ സഭകളുടെയും ജനറൽ കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും പണ്ടുണ്ടായിരുന്നത് പോലെയുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ പങ്കാളിത്തമില്ല എന്നുള്ളത് ഒരുപക്ഷേ ആ വേദികളെ കണ്ടവർക്ക് വേദന ഉളവാക്കുമായിരിക്കാം. ഇന്ന് ഞങ്ങളെ അടിച്ചോ എന്ന് പറയത്തക്ക രീതിയിൽ പിശാചിൻ്റെ കയ്യിൽ വടി കൊടുത്തിട്ട് സഭാ നേതാക്കന്മാർ അവർ വാദിച്ച വിഷയം ജയിച്ചോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും പ്രാഥമികമായ ഇടങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലം സഭയുടെ ദൈവദാസന്മാരോടും, അതുപോലെ തന്നെ ഇന്നലകളിൽ ഇതിനുവേണ്ടി ത്യാഗം അനുഭവിച്ച, വേദന അനുഭവിച്ച, കഷ്ടങ്ങൾ അനുഭവിച്ച ദൈവദാസന്മാരോടും അവരുടെ കുടുംബങ്ങളോടും ഈ സഭാ നേതാക്കന്മാർ ചെയ്യുന്ന ഏറ്റവും നീചമായ പ്രവൃത്തിയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സഭാ നേതൃത്വത്തോടും നേതാക്കന്മാരോടും പറയാനുള്ളത്, പൊളിക്കാൻ എളുപ്പമാണ്, പണിയാൻ പ്രയാസമാണ്. അതിന് മുൻപിൽ അനേകരുടെ വീർപ്പുണ്ട്, കണ്ണുനീരുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്. പൊളിക്കുമ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ഓർക്കുക. സഭയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ക്രിസ്തുവിൻ്റെ ശരീരമെന്ന സഭ വളരട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.